ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ജയ്ഗുരുവാണ് ഗൈസ്, നമ്മുടെ ജിന്ന്. അപ്പോൾ നമുക്ക് എല്ലാവരും കേട്ടിട്ട് നേരെ ട്രിപ്പ് എടുക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഇതേ സ്ഥലത്തേക്ക് തന്നെ വന്നാണ്ട് നമ്മുടെ ഇതിഹാസത്തിൽ നമ്മൾ അതേ സ്ഥലത്തേക്ക് തന്നെയാണ് പോകുന്നതും. ഈ വീഡിയോ ഫസ്റ്റ് പാർട്ടാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നതായിരിക്കും ഉടനെ തന്നെ. അപ്പോൾ നേരെ നമുക്ക് വണ്ടി എടുത്ത് ആ സ്ഥലത്തേക്ക് പോവാട്ടോ ഗൈസ്. എനിക്ക് ആ സ്ഥലത്തിൻ്റെ പേരറിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയണേ. വണ്ടി ഇതേ നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറക്കാണ് ഗൈസ്. അപ്പോൾ നമുക്ക് മാപ്പിൽ കാണിച്ച പോലെ തന്നെ പോവാം. അപ്പോൾ അതേ നമുക്ക് ഇവിടെ നിന്ന് യൂ ടേൺ എടുത്ത് പോകണം. അപ്പം അതേ നമ്മൾ യൂ ടേൺ എടുക്കുന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെ ഭയങ്കര പാടാണ് ഗൈസ്. എനിക്ക് തിരിച്ചാൽ കിട്ടാറില്ല ഇത് ഈ ഏരിയ. ഒരു ബൈക്കാരൻ പോട്ടെ, ആൾ പോയിട്ട് നമുക്ക് പോവാം, അല്ലെങ്കിൽ ആളിടിച്ചിട്ട് എന്നുള്ളത് വരും. അപ്പോൾ അതേ വണ്ടി അതിനുള്ളിൽ നിന്ന് ഇറക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതേ വണ്ടി നമ്മൾ ഇപ്പോൾ അതേ അതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നേരെ മെയിൻ റോട്ടിൽ നമ്മൾ കയറി. ഇനി നേരെ വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് വേഗം പോവാം ഗൈസ്. അപ്പോൾ അതേ നമ്മളൊരു പാലം കയറിയുണ്ട്, അത് വേഗത്തിൽ പോവാം. അപ്പോൾ അത് ഈ പാലത്തിൻ്റെ അവിടെ ഒരു വലിയൊരു വളവ് തന്നെയുണ്ട് ഗൈസ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പാടാണ് ആ വളവ് തിരിക്കാൻ. അപ്പോൾ അതേ വണ്ടി നമ്മൾ തിരിച്ചെടുക്കണ്ട. അതിലേജ് ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് ക്യാബിൻ വ്യൂവും ഫ്രണ്ട് വ്യൂവും കാണിച്ചു തരാം ഗൈസ്. വണ്ടി നമ്മുടെ ലൈലാൻഡാണ്. അപ്പോൾ ദേ ഇവിടെ നമ്മൾ കുറേ മലയൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് കൂടെയാണ് ഗൈസ് പോണേ. രണ്ട് സൈഡിലും വീടുകൾ, അതിൻ്റെ മുകളിൽ മലയായിട്ടാണ് ഗൈസ് ഇവിടെ ഉള്ളത്. ഇതാണ് ഗൈസ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയാനുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന കാരണം ഞാൻ അധികം ഇതാക്കളെ. ഇതാണ് നമ്മുടെ ക്യാബിൻ എന്ന് പറയുന്നത്. മുന്നത്തെ വണ്ടീനെ പോലെ അധികം കീ ചെയിൻസ് ഒന്നും കാണാനില്ല. അപ്പോൾ വണ്ടി 100 110 പോവാണ് ഗൈസ്. 120 വണ്ടിയുടെ സ്പീഡ്. പിന്നെയും നമ്മൾ ഇതാക്കി പിന്നെയും കുറഞ്ഞു വരാണ് ഗൈസ്. ഇതിൽ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റും. ആ കാറുകാരൻ നമുക്ക് ഹോൺ അടിച്ച് നോക്കാം ഗൈസ്. ആൾ മാറിപ്പോന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ദേ നമ്മൾ അടുത്തെത്തി ഹോൺ അടിക്കുന്നുണ്ട്. ആളിതേ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആളിപ്പോൾ മാറാനുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഓവർടേക്ക് ചെയ്യാം ഈ ബസ്സിനെ ഫ്രണ്ടിൽ പോണത്. നമ്മളൊന്ന് ഡ്രിഫ്റ്റ് ചെയ്യാൻ നോക്കിയതാണ്, പക്ഷെ നടന്നില്ല.
വണ്ടികളൊക്കെ എങ്ങനെ എടുക്കണമെന്നുള്ളതൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ദേ നമ്മൾ വീണ്ടും ഒരു വണ്ടീനെ പോയി അറിയാണ്ടൊന്ന് ഇടിച്ചു. അപ്പോൾ ദേ നമ്മൾ ദേ പോവാണ് ഗൈസ്. പോയി ദേ പോണവൻ. വണ്ടിയുടെ അകത്ത് നമ്മൾ പാട്ട് ഇടണമെന്ന് കരുതിയാണ്, പക്ഷെ നമ്മുടെ റേഡിയോ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഇടാൻ പറ്റിയില്ല ഗൈസ്. ഒട്ടുക്കത്തെ ബ്ലോക്ക്. അപ്പോൾ നമുക്കത് റോങ് പോയി അവരെല്ലാവരും ഓർട്ടിക്കുക. അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, ഞാൻ പോകുന്നു. വണ്ടി നല്ല സ്പീഡിലാണ് ഗൈസ് പോകുന്നത്. 100-110 കഴിഞ്ഞു. അപ്പോൾ ഗൈസ് നേരത്തെ കണ്ട മലകളൊന്നും ഇപ്പോൾ കാണാനില്ല. ആകെ റൂട്ടിലെ ഇച്ചിരി മരങ്ങളും ഫുള്ള് സിറ്റി ആയിട്ടുണ്ട്. അപ്പോൾ അതേ ഒടുക്കത്തെ ബ്ലോക്ക്. ഈ ബസ്സായിരുന്നു. ഞാൻ കുറേ ഹോൺ അടിച്ചു നോക്കി, പക്ഷേ ആൾ മാറിയില്ല. അതുകൊണ്ട് ഞാൻ 2 തട്ടി. അപ്പോൾ ആൾ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഓവർടേക്കിങ്ങിലേക്ക് കിടക്കാം. വണ്ടിയിൽ മാപ്പിൽ കാണിക്കുന്ന പോലെ തന്നെയാണ് കേസ് നമ്മൾ പോകുന്നത്. വീഡിയോ കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ സെക്കൻഡ് പാർട്ട് എന്തായാലും വരുന്നതായിരിക്കും. അതിൽ നമുക്ക് ഈ വണ്ടി എങ്ങനെയാണ് എടുക്കാം അങ്ങനെയുള്ളതൊക്കെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും അത്. അപ്പോൾ അതേ നമ്മൾ നേരത്തെ ഒരു വണ്ടീനെ പോയി ഇടിച്ചതിൻ്റെ ശബ്ദമായിരുന്നു കേട്ടേ. നമ്മളിതേ പിന്നെ ഒരു വണ്ടീനെ ഇടിച്ചിട്ട് ഇതേ തെറിച്ചു പോകുന്നുണ്ട്. അപ്പോൾ റോങ് കയറി വരികയാണ്. അപ്പോൾ അതേ സ്ഥലത്ത് വെച്ചാണ് നമ്മൾ വീണ്ടും ഇടിച്ച് ഇതായിട്ട് വീണ്ടും വന്നതാണ്. പെട്രോള് പമ്പാണല്ലോ.